ഗാസയിൽ കരയുദ്ധം വ്യാപിപ്പിച്ച് ഇസ്രായേൽ. ഗാസയിലെ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രത്യേക പാത നിശ്ചയിച്ചു. വടക്കൻ ഗാസയിൽ ഇന്റർനെറ്റ്, ടെലിഫോൺ സേവനങ്ങൾ തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി അഖില CP ഉണ്ട്. അഖില, വിശദാംശങ്ങൾ. ബിനിൽ, ഇപ്പോൾ തെക്കൻ ഗാസയിലെ ജനങ്ങളോട് തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ ഭാഗമായാണ് 48 മണിക്കൂറത്തേക്ക് ഒരു പുതിയ പാത ഇസ്രായേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തുറന്നു കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ സലാഹുദ്ദീൻ എന്ന് പറയുന്ന റോഡിലൂടെയാണ് ഇപ്പോൾ ജനങ്ങൾ തെക്കൻ ഗാസയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം ഒരു തീരദേശ മേഖലയിലൂടെയായിരുന്നു ജനങ്ങൾ തെക്കൻ ഗാസയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ റോഡിൽ ഈ എല്ലാ ജനങ്ങളും ഈ പാത തീരദേശ മേഖല തിരഞ്ഞെടുത്തതോടെ വലിയ തിരക്കാണ് ആ റോഡുകളിൽ അനുഭവപ്പെടുന്നത്. ഈ റിക്ഷകളിലൂടെയും കഴുതയുടെ പുറത്തേറിയും സാധനങ്ങൾ വലിച്ചുമാണ് ഈ ജനങ്ങൾ തെക്കൻ ഗാസയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാത തുറന്നു കൊടുത്തിട്ടുള്ളത്. എന്തായാലും തെക്കൻ ഗാസയിലെ ജനങ്ങളെ ഗാസ നഗരത്തിലെ ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇസ്രായേൽ സൈന്യം കടക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ ഇന്ന് വരെ ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ഗാസ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസമായി ഇസ്രായേൽ കരയുദ്ധം വ്യാപിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ വ്യാപിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഈ 2 ദിവസത്തിനുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 150 ഭീകര കേന്ദ്രങ്ങൾ, ഹമാസിന്റെ 150 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. എന്തായാലും മാത്രമല്ല, ഇനിയും 60,000-ഓളം സൈനികരെ പ്രദേശത്ത് വിന്യസിക്കാനുള്ള ഒരു തീരുമാനം കൂടെ ഇസ്രായേൽ സൈന്യം എടുക്കുന്നുണ്ട്. എന്തായാലും നൽകിയത്.